ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ നൂനി ഷോ. നൂനി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരിക്കണം. അതുപോലെ തന്നെ വെറുതെ എന്തെങ്കിലും ബ്ലാ ബ്ലാ അതിനപ്പുറം എന്തെങ്കിലും ഒരു കണ്ടന്റ്. അപ്പം ഞാൻ കരുതി ഓക്കെ, ഞാൻ എൻ്റെ ആ ഒരു എന്താ പറയുക, ഈ ഒരു ജേണി എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ ആദ്യത്തെ വീഡിയോയിൽ പറയാം എന്നുള്ളത് തന്നെ ഞാനങ്ങോട്ട് തീരുമാനിക്കുമായിരുന്നു. കാരണം ഒരു കണ്ടൻറ്റും ഇല്ലാണ്ട് എൻ്റെ ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എനിക്ക് പറയും, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിനൊരു പ്യൂരിറ്റി, അതിനൊരു ജെനുവിനിറ്റിയിലേക്ക് ഒരു ക്ലാരിറ്റി വേണം. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെക്കാട്ടും എപ്പോഴും അതിനൊരു ക്ലാരിറ്റി കാണുന്ന ആൾക്കും അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഓക്കെ ഇതാണ് ആൾ ഉദ്ദേശിച്ചത് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടു ബി ഓണസ്റ്റ് 5 വർഷം എനിക്കെടുത്തു. ഒരുപാട് വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഈ 5 വർഷം എഫേർട്ട് ഇട്ടിട്ടില്ല. പക്ഷെ എന്നാൽ കൂടെ ഈ ഒരു ദിവസം ഇതൊക്കെ ഞാൻ എന്നോ സ്വപ്നം കണ്ടൊരു സംഭവമായിരുന്നു. ഞാൻ നമ്മുടെ കൊറോണ സമയത്തൊക്കെ ആണല്ലോ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഉള്ളൊരു വളർച്ച ഞാൻ നല്ലൊരു കാര്യമായിട്ടാണ് പറയുന്നത്. കാരണം ഞാനിപ്പം സ്ഥിരം ഒക്കെ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയാസിലൊക്കെ എല്ലാം കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ആ സമയത്ത് 2020 കാലത്തിൽ ഈ കൊറോണയൊക്കെ ഉള്ള സമയത്താണ് പലരുടെയും ഉള്ളിലത്തെ വികാരങ്ങളൊക്കെ ടാലൻ്റൊക്കെ പുറത്തോട്ടൊക്കെ വന്നതും ഈവൻ എൻ്റെ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് ഹൈബർനേഷൻ മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരുന്നൊരു സമയം കൂടിയായിരുന്നു ഈ കൊറോണ എന്ന് പറഞ്ഞാൽ. ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ എല്ലാവരും നല്ല രീതിയിൽ ഇതാവുന്നുണ്ടായിരുന്നു. ടിക്ടോക്കൊക്കെ, അത് വേണ്ടി ഇൻസ്റ്റ റീൽസായി, യൂട്യൂബ് ചാനൽസായി. സോ ഞാൻ ഇങ്ങനെ കരുതുമായിരുന്നു അന്നൊക്കെ എങ്ങനെ ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരായിരുന്നേനെ, ഓ മൈ ഗോഡ്. പക്ഷേ അന്നെന്തോ തുടങ്ങാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ഇതിൽ എത്തി. ഞാനിപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ കംഫർട്ടബിൾ അല്ല. കാരണം ഇരിക്കുന്ന ഒരിത്, ഫോണ് വെക്കുന്ന ഒരിത്, ലിറ്ററലി ഇതിലൊന്നും ഞാൻ കംഫർട്ടബിൾ അല്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വിറച്ചിരിക്കും. എൻ്റെ കൈ ഇങ്ങനെ വല്ലാണ്ടെങ്കിൽ ഇന്നൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഈ ഒരു 5 വർഷം ഞാൻ ഹൈബർനേഷനിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു 5 വർഷം ലിറ്ററലി ഒരുമാതിരി ജീവിതത്തിൽ അത്രയും ഒരു വലിയൊരു ഭാഗം ഞാൻ എല്ലാത്തിൽ നിന്നും എടുത്ത് മാറ്റിയതുപോലൊരു ഫീലുണ്ട്. അപ്പം അത് കാരണം എനിക്ക് എന്താ പറയുക, ഡിലേമയിലാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരിത്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ലിറ്ററലി എനിക്കത് മെമ്മറബിൾ ആവണം, അല്ലെങ്കിൽ ഇപ്പം മുന്നോട്ട് ഞാൻ ഒറ്റ മാസം കൊണ്ട് ഞാനങ്ങ് മറ്റേ 100K അങ്ങ് അടിച്ചോളാം അങ്ങനെയൊന്നുമല്ല. ആ ഒരു സംഭവം കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ടേക്സ് ടൈം. അതിനോ ഇതിനൊക്കെ നമ്മൾ എന്ത് കാര്യത്തിനും അമേദിയായിട്ടിരുന്നിട്ട് കാര്യമുള്ളൂ. നമ്മൾ എഫേർട്ട് ഇട്ട് അതൊക്കെ പിന്നത്തെ കാര്യമാണ്. പക്ഷേ ഞാൻ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഇടയ്ക്ക് തന്നെ ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഗ്ലാമി ഗംഗ, തനിമലയാളിക്ക് എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ്. പിന്നെ അതുമാതിരി തന്നെ സിംപ്ലി സ്റ്റൈലുണ്ട്, ആസ്മിമല, അങ്ങനെയുള്ള കുറച്ച് ഇത്തിരി നല്ല ഇതുള്ള യൂട്യൂബേഴ്സ് അവരുടെയൊക്കെ ഞാൻ ഇങ്ങനെ ഓൾഡസ്റ്റ് വീഡിയോ ഇല്ലേ അതെടുത്ത് നോക്കി. ഞാൻ ലെറ്റ്സ് സീ അവരുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്. കാരണം ഞാൻ അങ്ങനത്തെ കണ്ടിട്ടില്ല. അവരും ജാസ്മിൻ ജാഫർ അവരുടെയൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ ഫസ്റ്റ് വീഡിയോ, പിന്നെ കുറച്ച് റോസ്റ്റിംഗ് ചെയ്യുന്ന അവരുടെയൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ ഫസ്റ്റ് വീഡിയോ ഞാൻ എടുത്ത് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവരുടെ അങ്ങനെ വീഡിയോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ പലരും ഫസ്റ്റ് വീഡിയോസിൽ നിന്ന് അവരുടെ മുഖം ഫേസ് ഇതാക്കി റിവീൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അതായത് ഓരോ ഡേ ബൈ ഡേ അല്ലെങ്കിൽ വീഡിയോ ബൈ വീഡിയോ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നത് ഞാൻ കണ്ടു. കാരണം അവരുടെ വീഡിയോ ക്വാളിറ്റി, കണ്ടൻറ് ക്വാളിറ്റി ആൻഡ് അവരുടെ സംസാരത്തിലെ ആ ഒരു കോൺഫിഡൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുന്നു. സൗണ്ടിൻ്റെ, നമ്മുടെ വോയിസിൻ്റെ ടോൺ വരെ മാറി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് കോൺഫിഡൻസ് കിട്ടിയതാണ്. ഓരോ വീഡിയോ ചെയ്യുന്തോറും കണ്ടൻറ്റുകൾ കിട്ടിത്തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ പലതരം കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഉണ്ടല്ലോ. ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, ഒരുപാടുണ്ട്. ഇപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുന്നവർ അവരാണെങ്കിലും, ഇപ്പം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും, പിന്നെ ഗെയിമിംഗ് വ്ളോഗേഴ്സ് അങ്ങനത്തെ ഉള്ളവരാണെങ്കിലും ഒരുപാട് പലതരം ഉണ്ട്. പിന്നെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ. അപ്പം എൻ്റെ ഏറ്റവും വലിയ മെയിൻ ഒരു ഡൗട്ട് തന്നെ അതായിരുന്നു. കാരണം എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനെ പറ്റി അങ്ങനെ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു മീഡിയയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരിക്കലും ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ എന്നതിലുപരി ലിറ്ററലി നമ്മുടെ
മെൻ്റൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനാണ് പലരും ഒരു എന്താ പറയുക അങ്ങനെ ഒരു ലൈഫിൽ ഏതെങ്കിലും ഒരു ഇതിലിരുന്നിട്ടായിരിക്കും പലരും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് പോലെയുള്ള മീഡിയയിലോട്ടൊക്കെ വരുന്നത് തന്നെ, പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ വരുന്നത് തന്നെ. ഇപ്പോൾ എൻ്റെ കാരണമാണെങ്കിലും തന്നെ എൻ്റെ ഏറ്റവും വലിയൊരെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഒന്നുകൂടെ ഒന്ന് ചേർപ്പാക്കണം. ഓക്കെ, എനിക്ക് എന്താ പറയുക ചെയ്യാനുള്ള പല കാര്യങ്ങൾക്കും ഉള്ളൊരു ഒരു ഒരു ആ ഒരു ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്കാവുക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ കണ്ടൻറ്റ് തന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കരുത്, മേലത്തെ അക്ക മക്കളെ വീട്ടിൽ ചെന്നിട്ട് വഴക്ക് പറഞ്ഞാൽ പോയി, കുട്ടികൾ വഴക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എന്ത് കണ്ടൻറ്റ് ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ഇവർ എപ്പോഴും നേടി തുടങ്ങും, നീ എന്തും ഇങ്ങനെ നീ ഇങ്ങനെ ഇരിക്കാൻ അവിടെ അടിയുമ്പോൾ ഈശ്വരാ. ഓക്കെ, അവർ പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഉച്ചവരല്ലേ, ലൈക്ക് ഉച്ചവരെ സ്കൂൾസൊക്കെ ഉള്ളൂ. അപ്പം ആ ടൈമിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് മേലത്തെ ഫ്ലോറിലൊക്കെ ഉള്ളവർ. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, അപ്പോൾ ഇത് കണ്ടൻറ്റ്. അപ്പം നമ്മളിങ്ങനെ എന്ത് കണ്ടൻറ്റ് എന്തായിരിക്കും, ലൈക്ക് ഞാൻ ഓക്കെ ലൈഫ് സ്റ്റൈലാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് അതാണോ ഇഷ്ടം, അതോ ബ്യൂട്ടി വ്ലോഗിങ് ആണോ എനിക്കിഷ്ടം, അതോ എന്താണ് എന്നുള്ളത് ഞാൻ സ്വയം എനിക്ക് റിവ്യൂ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഞാൻ റോസ്റ്റിങ്, നമ്മൾ നാച്ചുറൽ റോസ്റ്റേഴ്സൊക്കെ ആണല്ലോ, നമുക്ക് എഡിറ്റിങ്ങിനെ പറ്റിയൊന്നും വലിയ ഒരു പിടിപാടില്ലെങ്കിൽ നമ്മൾ നാച്ചുറലി റോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമൊക്കെയാണല്ലോ. ഇങ്ങനെ എല്ലാം ഇങ്ങനെ ചിന്തിക്കും, ഭയങ്കരമായിട്ട് ഡിലേമയിലെ. അങ്ങനെയാണ് ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് ഒന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ ഒരുപാട് ലൈക്ക് ഇംഗ്ലീഷ് ആണെങ്കിലും അല്ലെങ്കിൽ പല ലാംഗ്വേജിലുള്ള കിട്ടുന്നൊക്കെ ഞാൻ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടണമെന്നില്ല. നമ്മൾ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അതിങ്ങനെ അഴിച്ചഴിച്ച് പുറത്തേക്ക് വരണമല്ലോ. സോ ഐ നോ ഇറ്റ് ടേക്സ് ടൈം ആൻഡ് ലൈക്ക് ഞാൻ റെഡിയുമാണ് അങ്ങനെ ടൈം കൊടുക്കാനായിട്ട്. ഒന്ന് ഇതൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും എനിക്കൊരു ക്ലാരിറ്റി കിട്ടും. അത് ഞാൻ ഇങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾ ഈ കാണുന്ന ആൾക്കാരിൽ പലരും ആണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരുപാട് തോട്ട്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണം, ഇത് ചെയ്താൽ ഓക്കെ ആവുമോ, അത് ചെയ്താൽ അതെനിക്ക് എന്നെ കൊണ്ട് പറ്റുമോ, അതിനുള്ള മേ ബി പല പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ട്രസ്റ്റ് മീ, ഒരു കാര്യമുണ്ട്, ഒരു കാര്യവും പെട്ടെന്ന് അങ്ങോട്ട് നടക്കണം എന്നില്ല. നമ്മൾ എന്തായാലും ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കിടക്കുന്ന ടൈമിൽ അതിനർത്ഥം നമ്മൾ ശരിക്കും ഒരു ലൂപ്പിൻ്റെ അകത്താണ്. അതിങ്ങനെ അഴിച്ചഴിച്ച് പുറത്തേക്ക് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനതിൻ്റെതായ സമയം എടുക്കും. ഗീവ് ടൈം. അതിപ്പോൾ ഒരാൾ പറയുകയാണ് നിനക്കൊരു ക്ലാരിറ്റി ഇല്ല, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നീയാണ് ഇങ്ങനെയൊക്കെ വരുത്താൻ, നിൻ്റെ അവസ്ഥയ്ക്ക് നീയാണ് കാരണം. ഓക്കെ ആയിക്കോട്ടെ, നമ്മൾ തന്നെയായിരിക്കും നമ്മുടെ കാരണം. പക്ഷേ നമുക്ക് ടൈം കൊടുക്കുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫേസാണ് നമ്മൾ ലിറ്ററലി നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുന്നത്. ലൈക്ക് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്താ വേണ്ട, എനിക്ക് മാത്രം എന്താ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത. ഇതിൻ്റെ മെയിൻ റീസൺ തന്നെ നമ്മൾ ഒരുപാട് പേര് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ അവർ പറയുന്ന കേൾക്കാൻ നമ്മൾ റെഡിയായി നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം കേട്ടുള്ളൂ. പക്ഷേ ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇതുവഴി അങ്ങോട്ട് കളയുക എന്നുള്ളതാണ്. അതിൻ്റെ എത്ര ടൈം എടുക്കാൻ കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, പിന്നെ എന്താ ബെറ്റർ നെവർ ദാൻ ലേറ്റ്. ഞാൻ മറന്നുപോയല്ലോ പുല്ല്. അതായത് ഇപ്പോൾ ഇത്തിരി ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുക, അത്രേ ഉള്ളൂ. ഇച്ചിരി ലേറ്റായാലും പ്രശ്നമൊന്നുമില്ല, അതിനൊരു കാരണമില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇത്ര ഏജ് അല്ലെങ്കിൽ ഇത്ര ഒരു ലൈഫിലായി നീ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നീ ഇപ്പം എത്ര വയസ്സായി നിനക്ക്, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതല്ല, നമുക്ക് പഠിക്കേണ്ട, ജോലി വാങ്ങണ്ട, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ, ആ ടൈമിലാണോ ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മൈൻഡിന് ചെയറപ്പ് ചെയ്യാൻ കിട്ടുന്ന അത് ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും, ചിലരെന്താ ഗാർഡനിങ് ചെയ്യും, ചിലർ പെയിൻറ്റിങ് ചെയ്യും, ചിലർ പാട്ട് പാടും, ഡാൻസ് കളിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ കാലത്ത് പലരും അതൊരു മീഡിയ രൂപത്തിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ. അതിനുള്ള ഇത് നമുക്കൊരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് തരുന്നുണ്ട്, ആ ഒരു സ്പേസ്. അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, സിമ്പിൾ, അത്രേ ഉള്ളൂ. പിന്നെ ചിലർക്ക് സ്ക്രീനിൽ തന്നെ അങ്ങനെ വലിയ താല്പര്യം ഉണ്ടാവില്ല, ലൈക്ക് കുറച്ച് പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ, അങ്ങനെ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് മിസ്റ്റർ, മനസ്സിലായില്ലേ? അപ്പോൾ തിങ് ഈസ് ഒന്നും ലേറ്റ് ആയിട്ടില്ല. ഞാനിത് എന്നോട് തന്നെ പറയുന്നത് കാരണം എനിക്കറിയാമല്ലോ, ഞാൻ ഇത്ര കാലം എന്നെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന് പകരം ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ തളർത്തിയിട്ടല്ലോ. ലൈക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, നീ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ക്ലാസ്. അങ്ങനെ ഞാൻ ഒരു ഇതെടുത്തു. അതിന് ഒരുപാട് പേർക്ക് ക്രെഡിറ്റ്സ് ഉണ്ട് കേട്ടോ. ആ ക്രെഡിറ്റ്സൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പല സമയത്തായിട്ട് കാണിച്ചും ഒക്കെ പറഞ്ഞുമൊക്കെ തരും. അങ്ങനെയാണ് നൂനി ഷോ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല എന്താ പറയുക എൻ്റർടൈനിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല,
നമ്മളെപ്പോഴും നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ള സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നൊരു ക്ലാരിറ്റി വേണം നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും. സോ അങ്ങനെ ഒരു ഇത് ഞാൻ എന്തായാലും ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയാം ഞാൻ ആദ്യത്തെ 2 വീഡിയോയിൽ തന്നെ ഇമാതിരി കണ്ടൻറ്റും കൊണ്ടുവരും അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ എന്തായാലും പോകെ പോകെ എൻ്റെ ബ്രെയിനൊന്ന് വർക്കായി തുടങ്ങി കഴിഞ്ഞാൽ നല്ല നല്ല ഇച്ചിരി നല്ല ഇതായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന, കാരണം ഞാൻ എന്നെപ്പോലെ ഒരുപാട് ഒത്തിരി ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം അവർക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും മൈൻഡ് റിലാക്സ്ഡ് ആവുക എന്നുള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ആ മൈൻഡ് റിലാക്സ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഒരു തേങ്ങയും ലൈഫ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഉള്ളതാണ്. മൈൻഡ് റിലാക്സ്ഡ് അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ നമ്മളത് കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ തന്നെ നമ്മൾ ഒന്നും വേണ്ട എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് മൈൻഡ് റിലാക്സ് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആവില്ല. ഞാനെപ്പോഴും കുക്ക് ചെയ്യുമ്പോഴൊരു പ്രശ്നം പറ്റുന്നത്, ഞാൻ എന്തെങ്കിലും ആലോചിച്ച് എന്തെങ്കിലും ടെൻഷനിലൊക്കെ നിൽക്കുന്ന ടൈമിൽ വല്ല ഉപ്പോ പുളിയോ ഒക്കെ കൂടും, എന്തെങ്കിലും കുറേ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കുമെന്ന്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട്. അപ്പം എന്താണ്, അപ്പം നൂനി ഷോ എന്ന് പറയുന്നത്, പിന്നെ ഈ പേര് ഞാൻ എനിക്ക് ഇന്നലെ കിട്ടിയത്. പക്ഷേ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ 3-4 ദിവസം ഇങ്ങനെ ഓർത്തപ്പോഴേ കുറച്ച് ഷോ എന്ന് പറയുന്നൊരു വാക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നൂനി ഷോയിലേക്ക് എത്തി, താങ്ക്സ് ടു ChatGPT. അങ്ങനെയല്ല, ഞാൻ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് അവസാനം ChatGPT തന്നെയാണ്, ഇല്ലെന്ന് പറയില്ല, ഇനി അതൊന്നും കൊടുത്തില്ല, ക്രെഡിറ്റ് കൊടുത്തില്ല എന്ന് വേണ്ട. ഓക്കെ, വോട്ട് എവർ. അപ്പോൾ അങ്ങനെയാണ് എത്തിയത്. ഇനി അങ്ങോട്ടുള്ള വീഡിയോസും ലിറ്ററലി മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല വീഡിയോസ് ഞാനൊന്ന് ചീറപ്പായാൽ ഈ കാണുന്നവർക്കെങ്കിലും തോന്നുള്ള ഓക്കെ സ്ട്രെസ് ബസ്റ്റിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ വരെ എന്തായാലും ഞാൻ കൊണ്ടുവന്നിരിക്കും, സത്യം അമ്മയ്ക്കാണ്. പിന്നെ വീഡിയോ ക്വാളിറ്റി, എഡിറ്റിങ് അതും ഇതൊക്കെ ഞാൻ പഠിച്ചു വരണ്ടേ ഉള്ളൂ. എൻ്റെ ഗൈസ് ഇന്നത്തെ ഇച്ചിരി ബോറായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അടുത്തതിൽ നിങ്ങൾ കാണണം. അപ്പം ഞാൻ നല്ലോണം ഞാൻ സംസാരിച്ച് തുടങ്ങും. ഞാൻ സൗണ്ട് കൂട്ടി സംസാരിക്കാത്തതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് സൗണ്ട് കുറച്ച് സംസാരിക്കാറില്ല, അതാണ് വേറൊരു സത്യം. എനിക്ക് ഒച്ചത്തിലേ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഇവളുടെ എന്തായാലും സീക്രട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇവൾ സീക്രട്ട് പറയുന്ന അപ്പുറത്തെ അവിടെ വീട്ടിലുള്ളവർ കേൾക്കും. ലൈക്ക് എനിക്ക് പതുക്കെ സംസാരിക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 5 വർഷത്തെ അതായത് ഇങ്ങനെ പറ്റുന്നില്ല എനിക്ക് അങ്ങോട്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചാൽ അങ്ങനെ അപ്പുറത്തെ റൂമിലാണെങ്കിൽ ഹസ്ബൻഡും കിടപ്പുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ ഈ നാണക്കേടല്ലേ ഇതെവിടെയോ കിടപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ പതുക്കെ അങ്ങനെയൊന്നും അല്ല. ഞാൻ ഒച്ചത്തിൽ സംസാരിക്കാൻ എനിക്കിഷ്ടം. എനിക്കൊന്നും എല്ലാവരും ഫസ്റ്റ് വീഡിയോയിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ശുഭരാത്രി, ശുഭനിദ്ര എന്ന് പറയുന്നില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഒരുപാട് നല്ല വിശേഷങ്ങളും എന്താ പറയുക, നല്ല മൈൻഡ് റിലാക്സ് ആവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗായ്സ്. ബൈ.